നായിക നിരയിൽ ശ്രദ്ധേയയാണ് റെബേക്ക സന്തോഷ്. അന്നേ നായികമാർക്കപ്പുറം ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങളെയാണ് റെബേക്കയ്ക്ക് ലഭിച്ചതിൽ കൂടുതലും. കുഞ്ഞുകൂന് എന്ന സീരിയലിൽ ബാലതാരമായി അഭിനയ രംഗത്തേക്ക് കടന്നു വന്ന റെബേക്ക പിന്നീട് കസ്തൂരിമാൻ, കളിവീട്, സ്നേഹക്കൂട്, നിർമ്മാതളം തുടങ്ങിയ സീരിയലുകളിൽ ശ്രദ്ധേയമായ വേഷം റെബേക്കയ്ക്ക് ലഭിച്ചു. സംവിധായകൻ ശ്രീജിത്ത് വിജയനാണ് റെബേക്കയുടെ ഭർത്താവ്. ഇപ്പോഴിതാ കരിയറിൽ കടന്നു വന്ന പാതകളെക്കുറിച്ച് സംസാരിക്കുകയാണ് റെബേക്ക. ജോഷ് ടോക്സിൽ സംസാരിക്കവെയാണ് റെബേക്ക തന്റെ അനുഭവങ്ങൾ പങ്കുവെച്ചത്. പാഷൻ കൊണ്ടാണ് അഭിനയ രംഗത്തേക്ക് വന്നത്. അന്ന് ഇപ്പോൾ കാണുന്ന റെബേക്ക സന്തോഷ് ആയിരുന്നില്ല. നല്ല ഫ്ലോപ്പായിരുന്നു. ആദ്യത്തെ 3-4 പ്രൊജക്റ്റ് ഫ്ലോപ്പായപ്പോൾ തന്നെ എന്റെ ആത്മവിശ്വാസം താഴ്ന്നു. ഒക്കെ നിർത്തിയേക്കാം, പഠിച്ചിട്ട് ജോലിക്ക് പോകാം എന്ന പ്ലാനിലിരിക്കെ 2017 എനിക്കൊരു അവസരം വന്നു. അവിടെ തൊട്ടിട്ടാണ് സത്യം പറഞ്ഞാൽ എന്റെ ജീവിതം മാറിയത്. അന്ന് എനിക്ക് 17-18 വയസ്സേ ഉള്ളൂ. പക്ഷെ ഞാൻ ചെയ്തു കൊണ്ടിരുന്ന ക്യാരക്ടർ 27-28 പ്രായമാണ്. വളരെ പക്വതയുള്ള കഥാപാത്രം. ആ ഇടയ്ക്ക് ഒരു ഷോയിൽ ഞാൻ പങ്കെടുത്തു. അന്ന് കുട്ടിക്കളിയാണ്. ശരിക്കുമുള്ള റെബേക്ക എന്താണെന്ന് ആ ഷോയിലൂടെ പുറത്തേക്ക് വന്നു. ഷോ ടെലികാസ്റ്റ് ആയപ്പോൾ അതിനിടെ കമന്റ് ബോക്സ് എനിക്ക് ഓപ്പൺ ചെയ്യാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. നമ്മളെ ഇല്ലാതാക്കുന്ന രീതിയിലുള്ള നെഗറ്റീവ് കമന്റുകളായിരുന്നു എന്ന് റെബേക്ക ഓർത്തു. എൻ്റെ ലൈഫിൽ ഞാൻ നല്ല പീക്കിൽ നിൽക്കുന്ന സമയത്താണ് ശരിക്കുമുള്ള എന്നെ ജനങ്ങൾ അറിഞ്ഞത്. അവർക്കാർക്കും അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അവരുടെ മക്കളോട് വരെ അവർ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവുക കുട്ടികളായാൽ ഇങ്ങനെ വേണം എന്നാണ്. പക്ഷെ എന്നെ ഷോയിൽ കണ്ടപ്പോൾ ഈ കുട്ടി എന്താ ഇങ്ങനെയെന്ന് പ്രേക്ഷകർക്ക് തോന്നിയെന്നും റെബേക്ക ചൂണ്ടിക്കാട്ടി. നെഗറ്റീവ് കമന്റുകൾ താൻ പോസിറ്റീവായി എടുത്തെന്നും റെബേക്ക വ്യക്തമാക്കി. തൻ്റെ കഥാപാത്രവും അഭിനയവും അവർക്ക് അത്രയും ഉൾക്കൊള്ളാൻ കഴിഞ്ഞത് കൊണ്ടാണ് നെഗറ്റീവ് കമന്റുകൾ വന്നതെന്നും റെബേക്ക പറയുന്നു. കരിയറിൻ്റെ തുടക്കകാലത്ത് വഴക്കുകൾ കേൾക്കേണ്ടി വന്നതിനെക്കുറിച്ച് റെബേക്ക സംസാരിക്കുന്നുണ്ട്. ഇപ്പോഴുള്ള കുട്ടികൾക്ക് പറഞ്ഞു തരാൻ ഒരാളുണ്ട്. പക്ഷേ എൻ്റെ കാര്യത്തിലൊക്കെ തെറ്റാണെങ്കിൽ തെറ്റ്, അതെങ്ങനെ ശരിയാക്കണമെന്ന് പറഞ്ഞു തരാൻ ആൾക്കാരുണ്ടായിരുന്നില്ല. അഭിനയം നിർത്തിപ്പോയാലോ എന്ന് വിചാരിച്ച കാലഘട്ടം ഉണ്ടായിട്ടുണ്ട്. എന്നും കരച്ചിലായിരുന്നു. 17 വയസ്സിന് മുമ്പേ ആയിരുന്നു അത്. അത്ര ഇഷ്ടപ്പെട്ട ഫീൽഡ് ഞാൻ വെറുത്തുപോയി. വഴക്ക് പറയുന്നവരെ ഞാൻ കുറ്റം പറയുന്നില്ല. അവർക്കും കുറേ ഫ്രസ്ട്രേഷൻ ഉണ്ട്. മറ്റാരോടും ഫ്രസ്ട്രേഷൻ കാണിക്കാൻ പറ്റാത്തപ്പോൾ അറിയാതെ നമ്മുടെ അടുത്ത് കാണിക്കുന്നതായിരിക്കും. പക്ഷെ ഞാൻ അന്ന് ചെറുതായിരുന്നത് കൊണ്ട് ഓരോ വാക്കുകളും തനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെന്നും റെബേക്ക പറഞ്ഞു. 40 പേരുള്ള ക്രൂവിൽ ഒരാൾ എന്നെ മാത്രം ചീത്ത പറയുക, ഈ 40 പേരും എന്നെ മാത്രം നോക്കി നിൽക്കുക, അത് വല്ലാത്ത അവസ്ഥയാണ്. കരയുക മാത്രമാണ് അന്ന് ചെയ്തതെന്നും റെബേക്ക പറയുന്നു. പിന്നീട് അവർ തന്നോട് ക്ഷമ ചോദിച്ചിട്ടുണ്ടെന്നും റെബേക്ക വ്യക്തമാക്കി.